സവാള ഉണക്കുന്നതിനായിട്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. കേട്ടോ, ഇതുപോലെ അരിഞ്ഞ് നന്നായി എത്ര സവാള ആവശ്യമുണ്ടോ അത്രയും അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം എടുക്കുവാണ്. ഞാൻ ഉണക്കിയത് വേറെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. സവാള നന്നായിട്ട് അരിഞ്ഞ് കഴുകി തൊലി പൊളിച്ച് കഴുകി അരിഞ്ഞെടുക്കുക. മഴക്കാലത്ത് കുറച്ച് വെച്ച് ഉണക്കുന്നതായിരിക്കും നമുക്കെടുത്ത് വെയിലത്തു നിന്ന് എടുത്തുകൊണ്ട് പോരാനൊക്കെയുള്ള എളുപ്പത്തിന് കുറച്ച് ഉണക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിലുണ്ടാവും, പിന്നെ അതിന് മഴയായിരിക്കും. അപ്പം കുറച്ച് ഉണക്കും. വെയിൽ സമയത്താകുമ്പോൾ നമുക്ക് വലിയ ഷീറ്റ് വിരിച്ചിട്ട് അതിലേക്ക് നിറച്ച് ഇടാം. കണ്ടോ, ഞാൻ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുന്നതാണിത്. 3-4 പാത്രങ്ങളിലായി വെച്ചിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഉണക്കാൻ വെച്ച് മറ്റ് പാത്രങ്ങളിലെല്ലാം വെള്ളം ചുരുങ്ങി വന്നപ്പോഴത്തേക്കും, വെള്ളം വലിഞ്ഞു വന്നപ്പോഴത്തേക്കും സവാള ചുരുങ്ങി വന്നപ്പോൾ സ്പേസ് ധാരാളമുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് എല്ലാം എടുത്ത് ഇതിലേക്ക് നിരത്തി. ഇനി വെള്ളം വലിയുന്നതനുസരിച്ച് ഈ പാത്രവും വേണ്ടാതെ വരും. ഇതിൽ ചെറുതിൽ ഇട്ട് വെക്കാൻ പറ്റും വെയിലത്ത്. നമുക്ക് നല്ല കിലാനായി കിട്ടും വരെ ഇങ്ങനെ വെയിൽ ഉണങ്ങി കിട്ടും. മഴ സമയമാകുമ്പോൾ കുറേ ദിവസം ഇങ്ങനെ പല ദിവസമായിട്ട് ഒരു 3-4-5 ദിവസമായിട്ടൊക്കെ വെക്കേണ്ടി വരും. അല്ലാത്ത ദിവസം ആണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങി നല്ല കിലുകിലാന്നായിട്ടുണ്ട്. കണ്ടോ, കിലുകിലാന്ന ശബ്ദം. സവാള ഉണക്കി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല വറുക്കും. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വറുത്ത് കിട്ടും. ഇങ്ങനെ ഉണക്കി വെച്ചാൽ നമുക്ക് ഗ്യാസ് ലാഭം, സമയം ലാഭം. നമുക്ക് ഗ്യാസ് ലാഭമാണ്, സമയം ലാഭമാണ്. എല്ലാവർക്കും സമയമാണ് കുറവ്. അരിഞ്ഞുണങ്ങി പെട്ടെന്ന് നമുക്ക് താളിച്ചിട്ട് കൂടുതൽ സവാള അടുത്ത് സെറ്റാക്കി വെക്കാൻ പറ്റും. അതിൽ കുറേ ഉള്ളക്കച്ച് വൈറ്റമിൻ വെയിലത്ത് വെച്ച് ഉണങ്ങുന്നതുകൊണ്ട് വൈറ്റമിൻ ഡി നല്ല കിട്ടും. നല്ല കിലുകിലാന്നിരിക്കും. വൈറ്റമിൻ ഡി പ്രധാനമാണ് നമുക്ക് ലൈഫിൽ. നമുക്ക് ചട്ടിയിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്ന പോലെ തന്നെ അങ്ങോട്ട് സവാള ഇട്ട് കൊടുത്താൽ മതി. ഇത് മിക്സിയിൽ പൊടിച്ച് വെക്കാറുണ്ട്. കുറച്ചും കൂടി അങ്ങോട്ട് ഉണങ്ങി നല്ല ഉണങ്ങി നല്ല ഇതായി ഗ്യാസ് ലാഭം എല്ലാം പൊടിച്ച് മിക്സിയിൽ പൊടിച്ച് പൊടിയാക്കിയും വെക്കാം. ഞാൻ ഇങ്ങനെ വെക്കാറുള്ളൂ, പൊടിയാക്കാറില്ല.